ഈ ഡൽഹി സ്ഫോടനത്തിന് ശേഷം ഭീകരപ്രവർത്തനത്തിന്റെ ഒരു ഹോട്ട് സ്പോട്ടായി ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്തുന്ന സ്ഥലം അത് ഫരീദാബാദാണ്. ഡോക്ടർ ഉമറിന്റെയും സംഘത്തിന്റെയും ഒളിത്താവളം കൂടിയായിരുന്നു ഫരീദാബാദിലെ ധൗജിലുള്ള അൽ ഫലാ സർവകലാശാല. അവർക്കൊപ്പം ജോലി ചെയ്തിരുന്നവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. സംശയം തോന്നിയവരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. അൽ ഫലാ സർവകലാശാലയാണ് ഇപ്പോൾ അവിടെ നിന്നാണ് ഈ ഡൽഹി സ്ഫോടനത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത്. അപ്പോൾ ഡോക്ടർ ഉമറിന്റെ ആ ഹുണ്ടായ് i10 അതിലെ യാത്രാ വഴി ആ സഞ്ചാരപാതയാണ് നമ്മൾ ഇനി വിശദമായി നോക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഓരോ സമയത്തും ആ കാർ ഏത് വഴിയിലൂടെ ഏത് മേഖലയിലൂടെ കടന്നുപോയി എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു മാപ്പിന്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളിലേക്ക് ആ വിവരങ്ങൾ എത്തിക്കുന്നത്. നമുക്ക് തുടങ്ങുന്നത് പുലർച്ചെ 2 മണിയിൽ നിന്നാണ്. പുലർച്ചെ 2 മണിക്ക് ഈ പറഞ്ഞൊരു ഹോട്ട് സ്പോട്ടായി ഇപ്പോൾ ഫരീദാബാദ് മാറുകയാണ്. ശ്രദ്ധാ കേന്ദ്രമായി ഫരീദാബാദ് മാറുകയാണ്. ആ ഫരീദാബാദിലെ അൽ ഫലാ യൂണിവേഴ്സിറ്റിക്ക് സമീപം ആ കാർ നിൽക്കുകയാണ്. അവിടെ നിന്ന് കാർ യാത്ര ആരംഭിക്കുകയാണ്. അടുത്ത സ്പോട്ട് അത് 7:30-ക്കാണ്. 7:30-ക്ക് ഫരീദാബാദിലെ ഏഷ്യൻ ആശുപത്രിക്ക് സമീപം ആ കാർ എത്തിയിട്ടുണ്ട്. അതായത് ആ യാത്ര തുടങ്ങുന്നത് ഫരീദാബാദിൽ നിന്നാണ്. ഡൽഹിയിലേക്ക് എത്തണം. ആ വഴി കാർ പോയ വഴിയാണ് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞ് 8:03 ബദർപൂർ ടോൾ പ്ലാസ കടന്ന് ഈ കാർ പോവുകയാണ്. 8:03 ഈ ടോൾ പ്ലാസ കടന്ന് മുന്നോട്ട് ഡൽഹിയിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് 8:20 ഈ ഹുണ്ടായ് i10 കാർ അത് ഓക്ലയിലെ പെട്രോൾ പമ്പിൽ എത്തുന്നുണ്ട്. പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ ഇന്ധനം അടിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ആ കാർ യാത്ര തുടരുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് 8:30 കാർ DND ഫ്ലൈ ഓവറിലൂടെ കയറുന്നുണ്ട്. DND ഫ്ലൈ ഓവറിലൂടെ കയറുന്ന കാർ 3:19 പിന്നീട് 3:19 എന്ന് പറയുന്ന സമയം വളരെ നിർണായകമായ സമയമാണ്. ഈ 3:19 ആവുമ്പോഴേക്കും ഡൽഹിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ബ്ലാസ്റ്റ് നടന്ന ചെങ്കോട്ടയ്ക്ക് സമീപത്തെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഈ കാർ എത്തുകയാണ്. അവിടെ ഈ 3:19 ഈ കാർ ആ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് 3:19 പാർക്ക് ചെയ്തിരിക്കുന്ന ഈ കാർ പിന്നെ പുറത്തേക്ക് എടുക്കുന്നത് അത് 6:48-നാണ്. അതായത് ഏകദേശം 3 മണിക്കൂറിലധികം നേരം ആ പാർക്കിംഗ് ഏരിയയിൽ ഈ കാർ നിർത്തിയിട്ടിരിക്കുകയാണ്. അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ലഭ്യമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 6:48 കൃത്യം 6:48-നാണ് ആ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ആ കാർ പുറത്തേക്ക് ഇറങ്ങുന്നത്. കാർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് നോക്കൂ, നമുക്കറിയാം ഈ രാജ്യത്തെ നടുക്കിയ ബോംബ് ബ്ലാസ്റ്റ്, ആ ടെറർ അറ്റാക്ക് ഉണ്ടായത് 6:52-നാണ് ആ പൊട്ടിത്തെറി. അപ്പോൾ 6:48 പാർക്കിങ്ങിൽ നിന്ന് പുറത്തിറങ്ങുന്നു. വെറും 4 നിമിഷം കൊണ്ട് ആ കാർ പൊട്ടിത്തെറിക്കുകയാണ്. ഇതാണ് നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ലഭ്യമായിരിക്കുന്ന ആ കാറിന്റെ സഞ്ചാരപാത.